ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മോങ്കോക്കിലെ സ്നീക്കർ സ്ട്രീറ്റിലേക്കാണ് ഗൈസ്. അപ്പോൾ ഹോങ്കോങ്ങിൽ വന്ന ആൾക്കാർക്കൊക്കെ ഈ ഏരിയ എന്തായാലും അറിയുന്നുണ്ടാവും, ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ബ്രാൻഡഡ് ഷൂസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മളൊരു 9:30 ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മളൊരു 4 പേരാണ് ഇറങ്ങിയത്. നമ്മൾ മെട്രോയിലാണ് കേട്ടോ ഈ ഏരിയയിലേക്ക് പോയത്. അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് ട്രാവൽ ഉണ്ടായിരുന്നു. മെട്രോ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സ് കൂടി ഈ ഒരു ഷൂ സ്ട്രീറ്റിലേക്ക് അല്ലെങ്കിൽ സ്നീക്കർ സ്ട്രീറ്റിലേക്ക് ബൈ വാക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതാണ് ആ മെട്രോ സ്റ്റേഷൻ, മോങ്കോങ് സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ ഒരു സ്നീക്കർ സ്ട്രീറ്റിലോട്ട് പോയത്. പോകുന്ന വഴിക്ക് നമ്മൾ അവിടുത്തെ ലോക്കൽ ബസ്സും കണ്ടു കിട്ടും. ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ ഡബിൾ ഡെക്കർ ബസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ആദ്യം കയറുന്നത് 20% ഓഫർ കണ്ട അവിടെ നേരെ അഡിഡാസിലോട്ടാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടുത്തെ ഓഫർ എന്ന് പറയുന്നത് 20% കിട്ടണമെങ്കിൽ നമ്മൾ 2 ഐറ്റം എടുക്കണം. സെലക്റ്റഡ് ആയിട്ടുള്ള 2 ഐറ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20% ഓഫർ ഉണ്ടാവും. ഇവിടെ എന്തിനാണ് ആൾക്കാർ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദുബായിലൊക്കെ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാൻസിൻ്റെ ഷൂസ്, അതേപോലെ നൈക്കിൻ്റെ ഷൂസ്, അഡിഡാസിൻ്റെ ഷൂസ് എല്ലാം അത്യാവശ്യം നല്ല വിലക്കുറവാണ്. ഫോർ എക്സാമ്പിൾ ദുബായിലൊരു 270 ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു 230, 220 കിട്ടും. ആ ഒരു കൺവേർഷനാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത്യാവശ്യം ദുബായിലുള്ളതിനേക്കാളും നല്ല വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഷൂസ് വാങ്ങാൻ എനിക്ക് ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഷൂ ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ കൂടെ വന്ന ആൾക്കാർ അത്യാവശ്യം നല്ല ഓഫർ കിട്ടിയതുകൊണ്ട് തന്നെ അവർ കുറേ ഷൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ ചെറിയൊരു ലോക്കൽ പർച്ചേസ് അവിടുത്തെ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും അതേപോലെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് കയറിയത്. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ അത് ഒരു പിസ്സ ഓർഡർ ചെയ്തു. ഒരു മീഡിയം പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. അതിനുശേഷം 7-Eleven ഒരു മോച്ചി ചോക്ലേറ്റ് വാങ്ങിയിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. എത്രയും പെട്ടെന്ന് നാട് പിടിക്കാന്നുള്ള ഒരു പ്ലാനിൽ ചെക്കിൻ കൗണ്ടറിലോട്ട് പോയി. ബോർഡിംഗ് പാസും കയ്യിൽ കിട്ടി. അപ്പോൾ അതൊരു നമുക്ക് തന്നൊരു സ്ലിപ്പ് ഉണ്ടായിരുന്നു ഇമിഗ്രേഷനിൽ നിന്ന് വരുമ്പോൾ, അത് പാസ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഗേറ്റ് തപ്പിയുള്ള നടത്തായിരുന്നു. അവിടെ സ്മാർട്ട് ഗേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ടുകാർക്ക് മാനുവലി ചെയ്യേണ്ടി വന്നു. ഞാൻ അപ്പുറത്തെ വേറെ സെപ്പറേറ്റ് കൗണ്ടറിലോട്ട് പോയിട്ട് മാനുവലി ചെയ്തു. പക്ഷേ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഗേറ്റിലോട്ടാണ് പോയത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ നല്ലത് കണ്ടോ, 530 ഗേറ്റാണ് ഇവിടെ ഉള്ളത് ഈ എയർപോർട്ടിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ചു എത്ര വലിയ എയർപോർട്ട്, എത്ര പാസഞ്ചേഴ്സുമാണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നതെന്ന്. ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോഞ്ചാണല്ലോ. അപ്പോൾ ലോഞ്ചിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഗേറ്റിലോട്ട് പോയി. ഗേറ്റ് അടുത്തായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഗേറ്റ് അന്വേഷിച്ച് നടപ്പോൾ ഗേറ്റ് എത്തി. ബോർഡിങ് തുടങ്ങി. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മുന്നെയാണ് ബോർഡ് ചെയ്തത്. രാത്രി 11 മണിയാകുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എമിഗ്രേഷനിലേക്ക് ആ VIP ബഗ്ഗി കാർട്ടിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. ഇനി അങ്ങോട്ട് 4 ദിവസം ഓഫാണ് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.